അപ്പോൾ കാര്യം പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും കളയുകയില്ല. അപ്പോൾ ഞാൻ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചതെന്ന് പറഞ്ഞാൽ ചുമ്മാ പഠിച്ചതല്ല, അത് നമ്മുടെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഓരോ അറിവുകളും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അറിവുകളും മുന്നോട്ട് കുതിക്കാനുള്ള ശക്തിയും പ്രദാനം ചെയ്യും. ഇപ്പോൾ കണ്ടോ, ആ മഞ്ഞൾ വെള്ളം വെറുതെ അതങ്ങ് വേണമെങ്കിൽ മറിച്ച് കളയാം. അപ്പോൾ അത് മറിച്ച് കളയാതെ ആ മഞ്ഞൾ വെള്ളം കഴിയുക നമ്മുടെ ഈ ചീരയ്ക്കും ഈ പാവലിനും ഒക്കെ കൊണ്ടൊഴിക്കുക. അപ്പോൾ വെള്ളം നമുക്ക് ലാഭമാണ്. ഈ വെള്ളം ഈ കാലത്ത് മനുഷ്യനിപ്പം 1000-2000 ലിറ്റർ വെള്ളമൊക്കെ എത്ര രൂപ കൊടുത്താണ് മേടിച്ച് വീട്ടിലടിക്കുന്നത്. അപ്പം നിസ്സാരമായിട്ട് നമ്മളത് കളയുന്നത്. പലരും വീട്ടിൽ തുണിയൊക്കെ അലക്കും, അലക്കിയിട്ട് ഒരു തുണിയും മറ്റുമൊക്കെ അലക്കിയിട്ട് അതങ്ങോട്ട് മറിച്ച് കളയും. അപ്പോൾ അങ്ങനെയൊക്കെ വെള്ളം നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ ആ വെള്ളം നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു തുള്ളി വെള്ളം പോലും കളയത്തില്ല. അതെല്ലാം നമ്മൾ ഇതുപോലെ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് ഉപകാരപ്പെടുത്തും. ഇത് കണ്ടോ, ഇതിപ്പോൾ വീണത് ചൂടോടെ വീണ മാമ്പഴം. അതിൻ്റെ ചൊന പോകുന്നതേ ഉള്ളൂ. ഇത് ഫ്രഷായിട്ടുള്ള മാമ്പഴമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മാവേന്ന് മാങ്ങ ഇങ്ങനെ രാവിലെ വീണുകൊണ്ടിരിക്കും. ഇത് കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു ദിവസം ഒരെണ്ണമൊക്കെ കഴിക്കും. പിന്നെ പിള്ളേർക്ക് വേണമെങ്കിൽ അതും കൊടുക്കും. നല്ല സുഗന്ധം നാടൻ മാവിൻ്റെ മാങ്ങ. ഇത് നമ്മുടെ മഞ്ഞളാണ്. നാടൻ മഞ്ഞൾ വീട്ടുമുറ്റത്തുണ്ടായത് എങ്ങനെ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സണ്ണി സാർ പറഞ്ഞ കഥകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, നമുക്കത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിഷം മേടിച്ച് കഴിക്കുന്നതൊക്കെ നല്ലത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള വീട്ടുമുറ്റത്തുണ്ടാകുന്ന മഞ്ഞൾ. ഇതിനധികം വലിയ സ്പേസൊന്നും വേണ്ട. ഗ്രോ ബാഗിലോ അങ്ങനെ എവിടെയെങ്കിലും ചുമ്മാ കുഴിച്ച് വെക്കാം. ഒരു വളപ്രയോഗം ഒന്നും ചെയ്യണ്ട. അത് സിമ്പിളായിട്ട് അങ്ങ് കുഴിച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഉണക്കി പൊടിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വർഷത്തെയോ എത്ര വർഷത്തെ വേണമെങ്കിലും മഞ്ഞളിൻ്റെ ഉപയോഗം നടക്കും. അപ്പോൾ അത് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താൻ ഇപ്പോൾ പോകുന്നു. സ്നേഹത്തോടെ.